എല്ലാ ചർച്ചയും അവസാനിച്ചു. ആര് മുഖ്യമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധിക്കും അറിയും, പ്രിയങ്ക ഗാന്ധിക്കും അറിയും, ഹൈക്കമാൻഡിന് എല്ലാവർക്കും അറിയും. ഇനി ചെറിയൊരു ചടങ്ങ് മാത്രമാണ് ബാക്കി. ഓക്കെ, അതായത് ഞായറാഴ്ച മുഖ്യമന്ത്രി ആരെന്ന് പറയാമെന്നാണ് ഹൈക്കമാൻഡ് നമ്മളോട് അറിയിച്ചത്. അത് ചെറിയൊരു നാടകം മാത്രമാണ്. ആര് മുഖ്യമന്ത്രി എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതാരെന്ന് ഞാൻ പറഞ്ഞുതരാം. പൊന്നു മനുഷ്യന്മാരോട്, വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരോട് പറയാനുള്ളത്, ഇനി ഞായറാഴ്ചക്ക് എത്ര 3 ദിവസം ബാക്കിയുണ്ട്. ഈ 3 ദിവസത്തിൽ വി ഡി സതീശനെ ആരൊക്കെ പൊക്കി പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെപ്പോലെ മറുനാടനെ പോലെ പൊളിറ്റിക്സ് ആരാണ് കൂടുതൽ സംസാരിക്കുന്നത്, അവരുടെ കമന്റ് ബോക്സിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് നിങ്ങൾ കമന്റ് ഇട്ടാൽ മാത്രമേ ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കും. ഇല്ലെങ്കിൽ ഒരിക്കലും മുഖ്യമന്ത്രി ആക്കത്തില്ല. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് വി ഡി സതീശനെ ഒരിക്കലും മുഖ്യമന്ത്രി ആക്കൂല എന്നാണ്. എനിക്ക് പേഴ്സണലി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആര് മുഖ്യമന്ത്രി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കർണാടകയിൽ ഡി കെ ശിവകുമാറിന് എന്താണോ വന്നത് അതേ അവസ്ഥയാണ് ഇവിടെ വി ഡി സതീശന് വന്നത്. ഒരു ചെറിയൊരു കാര്യം പറയാം ബാക്കി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. പൊന്നു മനുഷ്യന്മാരെ, എന്താണ് കർണാടക? ഞാൻ നിങ്ങളും കണ്ടതാണ്. കോൺഗ്രസിന്റെ എല്ലാ എം എൽ എമാരും വലിയ വലിയ മന്ത്രിമാരെല്ലാം കർണാടകയിൽ തുരുതുര ബി ജെ പിക്ക് പോകുന്നു. കോൺഗ്രസ് എന്ന പ്രസ്താവന എന്നേക്കുമായിട്ട് ഇല്ലാതായി എന്ന് എല്ലാവരും പറഞ്ഞു. അവിടെ ഇനി മുതൽ മത്സരം ജെ ഡി എസും ബി ജെ പിയും തമ്മിലാണ്. കോൺഗ്രസ് ചിത്രത്തിലില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തത്. എന്നാൽ അവിടെ ഒരു പുതിയ മുഖമൊന്നും അങ്ങനെ ഞാൻ പറയുന്നില്ല, പ്രതിപക്ഷ നേതാവായിട്ട് ഡി കെ ശിവകുമാർ അങ്ങ് വരികയാണ്. റെക്കോർഡ് സീറ്റിൽ അവിടെ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ്. നോക്കൂ നിങ്ങൾ, അവിടെ പണിയെടുത്തത് സിദ്ധരാമയ്യല്ല, ഡി കെ ശിവകുമാർ മാത്രമാണ്. നല്ല രീതിക്ക് പണിയെടുത്തത് ഡി കെ ശിവകുമാർ മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രി ആക്കാത്തത്? അവിടെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ ഡി കെ ശിവകുമാർ മാത്രമായിരുന്നു. സിദ്ധരാമയ്യ നല്ല നേതാവാണ്, അദ്ദേഹം വലിയൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചിട്ടൊന്നുമില്ല. ഹൈക്കമാൻഡ് പറഞ്ഞത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയാൽ മതി എന്നാണ്. അപ്പോൾ കർണാടകയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഡി കെ ശിവകുമാർ തന്നെ പാർട്ടിയിൽ നിന്ന് പോകുന്ന ആരും പറയും. കാരണം അത്രയും, ഇവിടെ ഷാഫി പറമ്പിലൊക്കെ പണിയെടുത്തു നമുക്ക് പറയാം, അവിടെ ആരും പണിയെടുത്തിട്ടില്ല. ഡി കെ ശിവകുമാർ മാത്രം നല്ല രീതിക്ക് പണിയെടുത്തപ്പോൾ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല ഹൈക്കമാൻഡ്. ചതിക്കുകയായിരുന്നു, നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഏറ്റവും അവസാനം പറഞ്ഞത് 3 വർഷം സിദ്ധരാമയ്യ ഭരിക്കട്ടെ, 2 വർഷം ഡി കെ ഭരിക്കട്ടെ. ഇപ്പം അതൊന്നുമില്ല, സിദ്ധരാമയ്യ മാത്രമാണ് ഭരിക്കുക. ഇത് വളരെ വളരെ തെറ്റാണ്. ഇവിടെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ വി ഡി സതീശൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഞാൻ പേഴ്സണലി, എനിക്ക് വി ഡി സതീശനെ പൊക്കി പറഞ്ഞാൽ ആരും 1 കോടി രൂപയോ പൈസയോ ഒന്നും തരത്തില്ല. പക്ഷേ ചിത്രം, നമ്മളൊരു മനുഷ്യന്മാരാണെങ്കിൽ മനുഷ്യത്വം കാണിക്കണം. ഇവിടെ അതായത് ചത്ത കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു മഹാവിജയമാക്കി മാറ്റിയത് ഈ പറയുന്ന വി ഡി സതീശൻ മാത്രമാണ്. വി ഡി സതീശൻ മിണ്ടാതിരുന്നെങ്കിൽ ഒരിക്കലും കോൺഗ്രസിന് ഇത്ര വലിയ സീറ്റ് കിട്ടത്തില്ലായിരുന്നു. ഷാഫി പറമ്പിലൊക്കെ നല്ല അധ്വാനിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വി ഡി സതീശനാണ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മുടെ രാഹുൽ മാങ്കൂഴത്തിൻ്റെ അഭിപ്രായവും ഈ പറയുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി വരണമെന്നാണ്. നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. അതായത് സിദ്ദിഖ്, സിനിമ നടനായിട്ടുള്ള സിദ്ദിഖ് അടക്കം വരുന്നത് വി ഡി അല്ലാത്ത ആരെയും മുഖ്യമന്ത്രി സ്ഥാനം സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതായത് എല്ലാവർക്കും അറിയാം, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചത് വി ഡി സതീശനാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി ആക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം. കെ ശൈലജ ഇടുന്ന പോസ്റ്റാണ്. അതായത് തോറ്റത് ഈ പറയുന്ന ഇപ്പോൾ ശൈലജ മത്സരിച്ച ആ മണ്ഡലത്തിൽ തോൽക്കുമെന്ന് ശൈലജക്ക് ഉറപ്പായിരുന്നത്രേ. ജയിക്കുന്ന മണ്ഡലത്തിൽ നിർത്തിക്കണത്രേ. ശൈലജയോട് ഒരു കാര്യം പറയാം, ശൈലജ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ കഴിവുള്ള നല്ലൊരു ഭരണാധികാരിയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാലും ജയിക്കും. മഞ്ചേശ്വര സ്ഥലത്ത് നിന്നാലും ജയിക്കും, വി ഡി സതീശനെതിരെ നിന്നാലും ജയിക്കും, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നിന്നാലും നിങ്ങൾ ജയിക്കും. നിങ്ങൾക്ക് ഒരു പുണ്ണാക്കുമില്ല. നിങ്ങളൊക്കെ അഴിമതിയാണ് ചെയ്തത്. നിങ്ങൾക്കൊക്കെ ഭരണം തന്നാൽ കേരളം എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും, കേരളത്തിലുള്ള മലയാളികൾ. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്. അല്ലാതെ എനിക്ക് ഈ മണ്ഡലം തന്നു, ആ മണ്ഡലം തന്നു ഇങ്ങനെ പറയാൻ നാണമില്ലേ? നിങ്ങൾ ഈ ഒരു പോസ്റ്റും കൂടി കാണണം. മുരളീധരൻ പറഞ്ഞത് ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അതായത് എം പിമാർ മത്സരിച്ചിട്ടിരുന്നെങ്കിൽ ചിത്രം മാറിയേനെ. പിണറായിക്കെതിരെ ഷാഫിയും കെ സുധാകരൻ മത്സരിച്ചെങ്കിൽ സ്ഥിതി മാറിയേനെ. ഉറപ്പാണ്, ഷാഫി പറമ്പിൽ ധർമ്മമെടുത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ചാൽ 100-ൽ 101% ഷാഫി പറമ്പിൽ ജയിക്കുമായിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല.
ഉറപ്പായിട്ടും ഷാഫി ജയിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് MP-മാർ മത്സരിക്കണ്ട എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു? ഹൈക്കമാൻഡ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കേരളത്തിലുള്ള VD സതീശൻ, രമേശ് ചെന്നിത്തല ഇവരൊക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഷാഫിയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഷാഫിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും. ആരാണ് ഷാഫി പറമ്പിൽ? ഇപ്പൊ നിങ്ങൾ VD സതീശനാണോ നല്ലത്, ഷാഫി പറമ്പിലാണോ നല്ലതെന്ന് ചോദിച്ചാൽ കുറെ പേര് ഷാഫിക്ക് കൊടുക്കും. ഇപ്പോൾ പേഴ്സണലി ഷാഫി ഇല്ലാത്തത് കൊണ്ടാണ് VD സതീശന് കൂടുതലായിട്ട് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല ഇവരൊക്കെ മത്സരിച്ചാൽ, അതായത് ഷാഫിയൊക്കെ മത്സരിച്ചാൽ പിണറായി വിജയൻ അടക്കം തോൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഓക്കെ നമുക്ക് ആരാണ് മുഖ്യമന്ത്രി ആവുക? മുഖ്യമന്ത്രി ആവുന്നത് KC ആണ്. നിങ്ങൾ നോക്കൂ, ഞായറാഴ്ച രാഹുൽ ഗാന്ധി പറയും KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്. ഇത് ദൈവം പൊറുക്കുമോ എന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. വളരെ തെറ്റാണ് പൊന്നുമനുഷ്യന്മാർ, ഇതൊക്കെ വളരെ തെറ്റാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് വേറെ ആള്, മുഖ്യമന്ത്രി ആവുന്നത് വേറെ ആള്. ഇതിന് നല്ലത് രമേശ് ചെന്നിത്തലയാക്കുന്നത്, ഇല്ലെങ്കിൽ മുരളീധരനാക്കട്ടെ, പ്രശ്നമില്ല. കോൺഗ്രസിലെ സണ്ണി ജോസഫ് എത്ര നല്ല നേതാവ്, അവരാരെങ്കിലും ആക്കട്ടെ. KC എന്തിനാക്കുന്നു? ഒരൊറ്റ കാര്യം പറയുകയാണ് ഹൈക്കമാൻഡിനോട്, നിങ്ങൾ പറഞ്ഞോ MP-മാരെ മത്സരിക്കണ്ട, പിന്നെ എന്തിനാണ് KCയെ വീണ്ടും മത്സരിപ്പിക്കുന്നത്, KCയെ മുഖ്യമന്ത്രിയാക്കുന്നത്? KC പണിയെടുക്കുന്നുണ്ട്. KC കേന്ദ്രത്താണ്. നരേന്ദ്രമോദിക്ക് കാണിക്കുന്ന വൃത്തികേടും നരേന്ദ്രമോദി കാണിക്കുന്ന തെമ്മാടിത്തരവുമാണ് KC വേണുഗോപാൽ വിളിച്ചു പറയുന്നത്. അദ്ദേഹം എന്തിന് കേരളത്തിലേക്ക് വരണം? ഇത് CPM പാർട്ടിയല്ല. CPM-ലാണെങ്കിൽ പിണറായി വിജയൻ മാത്രമാണ്, വേറെ നേതാക്കളില്ല. നമുക്ക് അങ്ങനെ പറയാം. ഇവിടെ അങ്ങനെയാണ്, ഇഷ്ടം പോലെ നേതാക്കളില്ലേ, ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട എത്രയോ നേതാക്കളിരിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ KC ഒക്കെ കൊണ്ടുവരുന്നത്? ഇത് വളരെ തെറ്റാണ്. ഇത് ദൈവം പൊറുക്കത്തില്ല. ഉറപ്പായിട്ടും 5 വർഷം കഴിഞ്ഞാൽ ഭരണം മാറും. അപ്പോൾ വീണ്ടും VD സതീശൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ടി വരും. VD സതീശനെ മാറ്റി നിർത്തുന്നതിൽ പ്രധാന കാരണം പറയുന്നത്, അദ്ദേഹം വലിയ വയസ്സൊന്നും ആയിട്ടില്ല, അദ്ദേഹത്തിന് ഇനിയും സാധ്യതയുണ്ട്, അതുകൊണ്ട് KC വരട്ടെ എന്നാണ്. KC വന്നാൽ അറിയും. കേരളത്തിൽ ആർക്കും താല്പര്യമുള്ള പൊന്നു മനുഷ്യന്മാരെ ഒരു വ്ളോഗിന്റെ അടിയിലും ഞാൻ കാണുന്നില്ല. അതായത് ഈ പറഞ്ഞ KC വരണം എന്ന് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാത്തത്? രമേശ് ചെന്നിത്തല വലിയൊരു സീനിയർ ആയിട്ടുള്ള നേതാവല്ലേ, അദ്ദേഹത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നില്ല? അപ്പോൾ KC ആണ് മുഖ്യമന്ത്രി ആവുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പിന്നെ എന്തെങ്കിലും അത്ഭുതം നടക്കണം, നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് നിരീക്ഷകരൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അതൊക്കെ കണ്ണിൽ പൊടിയിടാനാണ്. എന്തിനാണ് നിരീക്ഷകർ? അതൊക്കെ കണ്ണിൽ പൊടിയിടാനാണ് നിരീക്ഷകരൊക്കെ. വായിലെന്തെങ്കിലും വരും, നിരീക്ഷകരാണ് ഇത്ര പൈസ മേടിക്കാൻ വേണ്ടി, സാലറി മേടിക്കാൻ വേണ്ടി. അവർ വന്നിട്ട് എല്ലാവരും KCക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കും. അതാണ്, വേറെ ഒന്നുമില്ല പൊന്നുമനുഷ്യന്മാരെ. എന്തായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗം പറയുന്നത് 2021 ആവർത്തിക്കരുത്, ആരെ തീരുമാനിച്ചാലും ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തണം. അത് ശരി തന്നെയാണ്. അല്ലാതെ ഇപ്പൊ നാളത്തോടെ, ഇന്ന് വൈകുന്നേരത്തോടെ ആര് മുഖ്യമന്ത്രി ആവുന്നെന്നും വലിയ നേതാക്കൾക്കൊക്കെ അറിയാം. ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. അത് നിങ്ങൾ മൂടി വെച്ചിട്ട് ഞായറാഴ്ച മാത്രം പറയരുത്. ആരെ ആക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണമെന്നാണ് ഇവിടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കൾ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ചാണ്ടി ഉമ്മനെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്താ? നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? ഈ 3 പേരും വേണ്ട. ചാണ്ടി ഉമ്മനെ മുഖ്യമന്ത്രി, എത്ര നല്ല നേതാവാണ് ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് എത്ര പേര് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് തന്നെ നോക്കൂ. അതായത് തെരഞ്ഞെടുപ്പിൽ ലാഭം 79 ലക്ഷം രൂപ, ആ പണം ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും. അതായത് എല്ലാവരും കോട്ടക്കലാശ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ചെലവാക്കുമ്പോൾ നമ്മുടെ ചാണ്ടി ഉമ്മൻ പൈസ അങ്ങനെ ചെലവാക്കിയിട്ടില്ല. നല്ല ക്ലിയറായി കൃത്യമായിട്ട് സ്വന്തം അധ്വാനിച്ചിട്ട്. അതായത് ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പൊതുപ്പള്ളിയിൽ ഏതൊക്കെ വീടുണ്ട്, അതായത് എല്ലാ വീട്ടിലേക്ക് ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ AK മഷ്റഫാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. AK മഷ്റഫ് നമ്മുടെ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. AK മഷ്റഫിന്റെ അണികളാണ് വോട്ട് ചോദിച്ച് വന്നത്. എല്ലാ മണ്ഡലത്തിലും അങ്ങനെയാണ്. നേരെ മറിച്ചിട്ട് പുതുപ്പള്ളിയിൽ അങ്ങനെയല്ല. എല്ലാ വീട്ടിലേക്കും ചാണ്ടി ഉമ്മൻ കയറി എന്നതാണ്. അത് വലിയൊരു പ്രത്യേകത അല്ലേ? ചാണ്ടി ഉമ്മനെ പോലെയുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ മകന് ഓരോ വീട്ടിൽ കയറുമ്പോഴും ആ വീട്ടുകാർ നേരിടുന്ന പ്രതിസന്ധി ചാണ്ടി ഉമ്മനോട് പറയുന്നൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ചാണ്ടി ഉമ്മൻ വന്നാൽ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാം, ഇന്ന പ്രശ്നങ്ങളിലാണ്, ഞങ്ങൾക്ക് നിങ്ങൾ തുണ തരണം എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ അത് പരിഹരിക്കും. അത് അത്രയും നല്ലൊരു സ്പേസ് വേറെ ആര് കൊടുക്കും? അതിനാണ് ചാണ്ടി ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ, പുതുപ്പള്ളിയുടെ എക്കാലത്തെയും മികച്ച ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. ചാണ്ടി ഉമ്മനെ മുഖ്യമന്ത്രിയാക്കിക്കൂടെ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ പറയുന്നില്ല? അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ബൈ.